ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ നമഃ. നമസ്കാരം പ്രിയരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 8ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ അഷ്ടമഃ ശ്ലോകഃ. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാ വസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഭൂമിയിൽ ശത്രുക്കളില്ലാത്തതും സമൃദ്ധിയുള്ളതുമായ രാജ്യവും കൂടെ ദേവന്മാരുടെ മേൽ പോലും ആധിപത്യവും ലഭിച്ചാലും ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ദുഃഖത്തെ അകറ്റുന്ന യാതൊന്നും ഞാൻ കാണുന്നില്ല കൃഷ്ണ. നാമത്തിലേക്ക് പോകാം. നാമം 452. തേജോവതി. ആത്മതേജസ്സായിട്ടിരിക്കുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ തേജോവതി എന്ന് വിശേഷിപ്പിക്കാം. തേജോവത്ത് എന്ന ഒറ്റ വാക്കിന് ചെമന്ന കല്ല്, ഊർജ്ജസ്വലമായത്, ശോഭയേറിയ, മൂർച്ചയുള്ള, ബുദ്ധികൂർമ്മയുള്ള, ഉജ്ജ്വലമായത് എന്നിങ്ങനെയുള്ള നിരവധി അർത്ഥങ്ങളാണ്. തേജോവതി എന്നാകുമ്പോഴോ ഈ നാമാർത്ഥത്തിൻ്റെ സ്ത്രീലിംഗത്തിന് പുറമെ പറങ്കിമാവിൻ്റെ തയ്യ്, ബുദ്ധിയുള്ളത്, നീണ്ട മുളക് എന്നൊക്കെ വരും. തേജസ് എന്ന് പറയുമ്പോൾ ഊർജ്ജസ്വലമായിട്ടുള്ള എന്തിനേയും തേജസ്സായിട്ട് വിഭാവനം ചെയ്യാം. അത് പ്രപഞ്ച തേജസ്സുകളാകാം, മർത്യന്മാരുടെ തേജസ്സുകളാകാം. എന്തിനും ഇപ്പോൾ സൃഷ്ടിക്കായാലും സംഹാരത്തിനായാലും പോഷണത്തിനായാലും തേജസ് അത്യാവശ്യമാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ഈ തേജസ്സുകളെല്ലാം അയാളിൽ നിക്ഷിപ്തമായിട്ടുണ്ടാവും. തികച്ചും സാത്വികമായിരിക്കും അപ്പോൾ ആ ആത്മാവ്. പിന്നെയുള്ള ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും കർമ്മഫലവും ചേർന്നാണ് ആ തേജസ്സിനെ മറച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം തേജോവതമാണ് എന്ന് തന്നെ കാണാം. കാരണം സത്വഗുണം മാത്രമേ അതിനുള്ളൂ. ഉപനിഷത്തുക്കളിലൊക്കെ പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, അത് തേജസ് എന്നാണ്. കാരണം ഈ തേജസ്സിൽ നിന്നാണ് സൂക്ഷ്മമായ ജീവനും ഉലകമിരിക്കുന്ന അഗ്നിയുമെല്ലാം സംജാതമാകുന്നത്. സൂര്യാദിഗ്രഹങ്ങളെ വഹിക്കുന്നത് മൂലമാണ് ആകാശത്തിന് ഉയർന്ന സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. പഞ്ചമുഖനായിട്ടുള്ള സദാശിവൻ വിരാജിക്കുന്നതും ആ ആകാശത്ത് തന്നെയാണ്. ആകാശത്ത് എന്നാൽ സ്പേസ് എന്നെടുക്കണം കേട്ടോ. ശാരീരിക ഉപനിഷത്തിലെ ഈ സൂക്തം നോക്കൂ. അഥാധ പൃഥിവ്യാദി സമവായം ശരീരം യത് കഠിനം സാ പൃഥിവീ യദ്രവം തദാപോയദുഷ്ണം തത്തേജോ യത് സഞ്ചരതി സവായുർ യത് സുഷിരം തദാകാശം. ഭൂമി മുതലായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ സമസന്നിവേശമാണ് ശരീരം. അതിൽ ഉറച്ചത് എന്താണോ അത് ഭൂമിയും, ദ്രവരൂപത്തിൽ എന്താണോ അത് ജലവും, ഉഷ്ണലക്ഷണത്തിലുള്ളത് എന്താണോ അത് തേജസ്സും, ചലിപ്പിക്കുന്നത് എന്താണോ അത് വായുവും, എവിടേക്ക് സുഷിരമുണ്ടോ അത് ആകാശവുമാണ്. ഇപ്പോൾ ആകാശത്തിൻ്റെ നിർവചനം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതിൽ ഉഷ്ണലക്ഷണത്തിലായ തേജസ്സിലാണ് ജീവൻ്റെ നിലനിൽപ്പുള്ളത്. അത് വിട്ടകലുമ്പോൾ ശരീരം തണുക്കുകയും മറ്റെല്ലാം ആ തേജസ്സിനെ പിന്തുടർന്നു പോവുകയും ചെയ്യും. ഇനി കഴിഞ്ഞ നാമത്തിന് അനുബന്ധം, അതായത് വിഘ്നനാശിനിക്ക് അനുബന്ധമായിട്ട് എടുക്കുമ്പോൾ ഊർജ്ജസ്വലമായ പ്രഭാവമാണിത്. ഊർജ്ജസ്വലതയ്ക്ക് മാത്രമേ വിഘ്നനാശിനി ആകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചിന്തകളെ, ശരീരത്തിനെ എങ്ങനെ മനനത്തിലൂടെയും പരിശീലനത്തിലൂടെയും പാകപ്പെടുത്താമെന്നതാണ് ഓരോ നാമവും നമ്മോട് സംവദിക്കുന്നത്. ഈ പാകപ്പെടുത്തൽ മൂലമാണ് പുരാതന നായകന്മാരിൽ നമുക്ക് അമാനുഷിക ശക്തിയൊക്കെ അനുഭവപ്പെടുന്നതും. പക്ഷേ ഇന്നിലും വിരളമായിട്ടെങ്കിലും അത്തരം ആളുകളുണ്ട് എന്നത് വിസ്മരിച്ചുകൂടാ. ഭക്തിയുടെ സാഗരത്തിലേക്ക് പോകുമ്പോഴോ മേരുപർവ്വതത്തിൻ്റെ തെക്കുകിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന അഗ്നിയുടെ നഗരമാണ് തേജോവതി. ആദിപരാശക്തിയുടെ അകമഴിഞ്ഞ ഭക്തനാണ് അഗ്നി. അങ്ങനെയുള്ള ദേവിയോടുള്ള ബഹുമാനാർത്ഥമാണ് തൻ്റെ നഗരത്തിന് തേജോവതി എന്ന് നാമകരണം ചെയ്തത് അഗ്നിദേവൻ.
ദേവിയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളതുകൊണ്ടാണ് അഗ്നിക്ക് തൻ്റെ കർമ്മങ്ങളിൽ സദാ ജ്വലിക്കുവാൻ കഴിയുന്നത്. മാത്രവുമല്ല, ബുദ്ധികൂർമ്മയിൽ അഗ്രഗണ്യയാണ് ദേവി. ദേവിയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു അണുവിന് പോലും ആ നഗരത്തെ സ്പർശിക്കുക സാധ്യമല്ല. നഗരത്തിൻ്റെ നാമമായിട്ട്, നഗരത്തിൻ്റെ അധിപയായിട്ട് സ്വയം ഉപവിഷ്ടയായ ദേവിയെ തേജോവതി എന്ന് വിഭാവനം ചെയ്യുകയാണ്. നാം അവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത ഊർജ്ജസ്വലമായ പ്രവൃത്തികളായിരിക്കണം. ഏതൊരു പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, അതിൽ ഊർജ്ജസ്വലത നിറയ്ക്കുക. അങ്ങനെ നാമത്തിന് വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാര ശബ്ദം. ഓം തേജോവതി നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓം